ഈ പാട്ട് സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ പാട്ടിൽ മൊത്തത്തിൽ എല്ലാവരും കളർഫുൾ ആണ്. എന്താ പറയാ, ഡാൻസും പാട്ടും പോകുന്ന സമയത്തൊക്കെ ഇന്നത്തെ ജനറേഷൻ ആ പാട്ട് അത് ഗംഭീരമായിട്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫാസ്റ്റ് ബീറ്റുള്ള ഒരു മലയാളത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ടോണിങ്ങും ഒരു സെറ്റിങ്സ് ഉള്ള ഒരു പാട്ടാണ്. എനിക്ക് ആ സിനിമയിലെ പാട്ട് സ്നേഹത്തുമ്പിയാണ് ഏറ്റവും കൂടുതൽ. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ. ഈ വരികൾക്കനുസരിച്ചിട്ട് എത്ര പ്രാവശ്യം ഓരോ ടേക്കും പോയിട്ടുണ്ടെന്ന് അറിയാം. യേശുദാസ് പാടിയപ്പോഴാണ് അതിൻ്റെ പാട്ട് വേറല്ലോ അറിയാം ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിന് അനുസരിച്ചിട്ട് ലിപ്പ് അനക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. നേരെ മറിച്ച് നമ്മൾ അപരിചിതനിലേക്ക് വരികയാണെങ്കിൽ സത്യം പറയാമല്ലോ ചേട്ടാ, കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി ഇങ്ങനെ മല കയറിയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തി നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള ഒരാൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്, മാനത്തോളം ഉയർന്ന്. ഇത് മേഘങ്ങളാണോ, ഇത്രയും ഭംഗിയുള്ള മേഘങ്ങളാണോ, അല്ല നിലത്ത് ഉദിച്ച് നിൽക്കുന്ന മനുഷ്യനാണോ എന്ന് മനസ്സിലാവാത്ത നല്ല പരിചയമുള്ള ഒരാൾ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് ഞാൻ ഐശ്വര്യ സിന്ധു ആണ് നിങ്ങളുടെ ഒപ്പം എത്തിയിരിക്കുന്നത്. ഐശ്വര്യ ലക്ഷ്മി അല്ല, പേരൊന്ന് ശ്രദ്ധിച്ചോണം, ഐശ്വര്യ സിന്ധു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ്. ഈ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ച് ഹിൻസ് തരാം. നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കൂ കേട്ടോ, ആരെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കൂ. സോ ഡിസംബർ മൂവിയുണ്ട് നമുക്ക് ഹിൻറ്റായിട്ട് പറയാനായിട്ട്. കടുന്തുടി എവിടെ പാട്ടുണ്ട്, 90s കിഡ്സിനൊക്കെ നമുക്ക് മറക്കാനാവാത്തൊരു അടിപൊളി പാട്ട് റെപ്രസെൻറ്റ് ചെയ്തൊരു മുഖമാണ്. അപ്പോൾ ഒരുപാടധികം വിശേഷണങ്ങളുണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. നമുക്കൊരു അമൂല്യ നിധി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡയറക്ടറാണ്, ആക്ടിങ് ട്രെയിനറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അതിന് മുമ്പായിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു അവാർഡ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്നിട്ടുള്ള 6th നേപ്പാൾ കൾച്ചറൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അത് ഇൻ്റർനാഷണലി ഒരു റെക്കഗ്നൈസ് ചെയ്ത ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് പൂവ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. സോ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് സർ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയാൻ പറ്റും. പൂവ് ഒരു വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇവിടെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ പോയി ഒരുപാട് അവാർഡുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നടൻ്റെ അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും സിനിമയ്ക്കുള്ള അവാർഡ് ഇവിടെ തന്നെ മലയാളത്തിലാണെങ്കിൽ JC ഡാനിയൽ അവാർഡ് അതിന് ഏറ്റവും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഫോറിനിലൊക്കെ ഒരുപാട് പിന്നെ ഓസ്ട്രേലിയ, ഇറ്റലി തുടങ്ങിയ അവിടുത്തെ പിന്നെ സിനിമോട്ടോഗ്രാഫിക്കുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടൻ്റെ പ്രൈസ് ഞാൻ ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ 3-4 പേരാണ് ഇവിടുത്തെ ഫിലിം ഫെസ്റ്റിവലിന് അവിടെ പോയത്. നടൻ്റെ പ്രൈസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ പ്രദർശിപ്പിച്ച് അപ്പോൾ തന്നെ ഈ സിനിമക്ക് വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓഡിയൻസ് പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് അഭിനന്ദിച്ചു. അതിൻ്റെ സിനിമ കഴിഞ്ഞ ഉടനെ എൻ്റെ പറയലൊക്കെ കുറേ പേര് ഇരുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഓഡിയൻസും, കാരണം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഏക സിനിമയാണ്, ആ സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓഡിയൻസൊക്കെ പറയലുണ്ടായിരുന്നു. കഴിഞ്ഞ ഉടനെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് എന്നെ അഭിനന്ദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം നമ്മളിപ്പം ഇവിടെയൊക്കെ പ്രിവ്യൂവും മറ്റേ ഇവിടുത്തെ ചില ഫെസ്റ്റിവലിനൊക്കെ കളിച്ചിട്ടും കിട്ടാത്ത വല്ലാത്തൊരു അപ്രീസിയേഷൻ അവിടുന്ന് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ സ്പെഷ്യലായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മുടെ സൗത്തിൽ നിന്നുള്ള ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ജീവൻ എന്നാണ് അതിൻ്റെ പേര്, അതവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത് അവർക്ക് വളരെ ആസ്വദിക്കാൻ പറ്റി. അവാർഡ് ലൈവായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമ്മൾ ലോകം അംഗീകരിക്കാന്ന് ചില്ലറ കാര്യമല്ല. അതെ തീർച്ചയായും. അപ്പോൾ അതിന് ആദ്യം ഒരു കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇനി എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു വരാം സർ. ഞാൻ വളരെ കുട്ടിയായിരുന്നു ഇപ്പോൾ തൊട്ട് ഈ ജൂക്ക് ബോക്സ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ജൂക്ക് ബോക്സിൽ ഈ പാട്ട് ഒരു ഭയങ്കരമായിട്ട് ജാസി ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര വൈറലാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് TV ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന ഒരു മീഡിയ. ഈ പാട്ട് സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏത് പാട്ടെന്ന് സാറിന് മനസ്സിലായിട്ടുണ്ടാവും, കടുന്തുടിയോ ഇവിടെ. ഈ പാട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പടപടേന്ന് ഇങ്ങനെ അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊക്കെ അതിങ്ങനെ കേൾക്കും തോറും മൊത്തത്തിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പാട്ടാണ്. കാരണം ആ പാട്ടിൽ മൊത്തത്തിൽ എല്ലാവരും കളർഫുള്ളാണ്. എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള ശക്തി കംപ്ലീറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് എന്താ പറയുക ഡാൻസും പാട്ടും പോകുന്ന സമയത്തൊക്കെ ഇന്നത്തെ ജനറേഷൻ ആ പാട്ട് അത് ഗംഭീരമായിട്ട് വെച്ചോണ്ടിരിക്കും. സത്യം സർ. ഡാൻസ് കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫാസ്റ്റ് ബീറ്റുള്ള ഒരു മലയാളത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ടോണിങ്ങും ഒരു സെറ്റിങ്സ് ഉള്ള ഒരു പാട്ടാണത്. അതുണ്ട്. അതിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് നല്ല കാര്യമാണ്.
പക്ഷെ അതിനേക്കാളേറെ എനിക്ക് ആ സിനിമയിലെ പാട്ട് സ്നേഹത്തുമ്പയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. എൻ്റെ പേഴ്സണൽ ചോയ്സ് കൂടെയാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സാറ് രണ്ടുപേരും പാടാൻ പറ്റുമോ നമുക്ക് വേണ്ടിയിട്ട്? പാടാം, പക്ഷെ ഞാനൊരു നല്ലൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വഴങ്ങുന്ന ഒരു വിഷയമാണ്. ഞാനൊരു നല്ലൊരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് വളരെ കോൺഫിഡൻസോട് കൂടി എനിക്ക് പാടാൻ പറ്റും. തീർച്ചയായും അതിന് തന്നെ വലിയൊരു അപ്രീസിയേഷൻ. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെന്നാരോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ, വാത്സല്യത്തൻ ചോരും പൂവേ, ഏതോ ഞാൻ വന്നു ഇന്നാത്മാവിൽ തുളുമ്പും ആശ്വാസം നീ മാത്രം. ഓ എൻ്റെ പൊന്നോ, അടിപൊളി. ഇത് പാടാനുള്ള ഒരു കോൺഫിഡൻസ് പറയാൻ കാരണം, ഞാൻ ആദ്യം തമാശക്ക് പാട്ടറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഈ വരികൾക്കനുസരിച്ചിട്ട് എത്ര പ്രാവശ്യം ഓരോ ടേക്കും പോയിട്ടുണ്ടെന്നറിയോ? ഞാനിത് ആദ്യ സമയത്ത് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഷാൻ ആണ് ഇതിൻ്റെ ട്രാക്ക് പാടിയിട്ടുള്ളത്, യേശുദാസ് പാടുന്നതിന് മുമ്പ്. യേശുദാസ് പാടിയപ്പോഴാണ് അതിൻ്റെ പാട്ട് വേറൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിന് അനുസരിച്ചിട്ട് ലിപ്പ് അനക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ എവിടെയോ അറ്റത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ലൈഫ് ലോങ് നിത്യഹരിതമായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതെ, വലിയൊരു ലക്കി ഫാക്ടർ തന്നെയാണത്. കാരണം ദാസേട്ടൻ്റെ ശബ്ദത്തിൽ നമുക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാർ വലിയൊരു ഭാഗ്യവാനാണ്. തീർച്ചയായും. സാറിന് ഞാനൊരു ചെറിയൊരു റീല് കാണിച്ചു തരാം, സാർ ഇതൊന്ന് കണ്ടു നോക്കൂ. നന്നായിട്ടുണ്ടല്ലോ. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, മറ്റു റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ട്രോളും സംഭവങ്ങളൊക്കെ. സാർ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലുള്ള 90s കിഡ്സിനൊക്കെ ഒത്തിരിയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ സാറിനോട് ആദ്യമേ പറഞ്ഞിരുന്നു തോന്നുന്നു. സാർ സാറിൻ്റെ മുഖം എനിക്ക്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിരുന്നു. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് പാട്ടുകളായിരിക്കാം കൂടുതലും. കാരണം ആ സമയത്ത് കുറേ പാട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര ജാസ് ചേട്ടൻ്റെ പാട്ടുകൾ, അതുപോലെ തന്നെ സ്നേഹത്തുമ്പിയൊക്കെ ആണെങ്കിലും ഭയങ്കര മെലോഡിയസ് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി നിറച്ചൊരു പാട്ടാണ്. അപ്പോൾ മുഖം നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരാം. നേരെ മറിച്ച് നമ്മൾ അപരിചിതനിലേക്ക് വരികയാണെങ്കിൽ സത്യം പറയാമല്ലോ ചേട്ടാ, കണ്ണ് കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. വളരെ ചെറുതാകുമ്പോൾ തന്നെ അയ്യോ പൊന്നൻ്റെ കണ്ണ് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ഭയം നമുക്കുള്ളിൽ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. തീർച്ചയായും സാർ, തീർച്ചയായും. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഹൊറർ ഫിലിംസിൻ്റെ ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിൽ വരുമ്പം ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ ഈ വില്ലന്മാർ ആരാണ് എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ അതിൽ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു മുഖമുണ്ട്. ഞാൻ അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. വളരെ ചെറിയ പ്രായമായിരുന്നെങ്കിൽ പോലും എനിക്ക് ഓർമ്മയുണ്ട്, ഇത് മറ്റേ സ്നേഹത്തുമ്പിയിൽ ആ ചേട്ടനല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊക്കെ ഞാൻ ചെറുതിൽ ഓർക്കണം. അപ്പോൾ ആ ഒരു മുഖം ശരിക്കും ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാവാം കണ്ണ് ഭയങ്കര എക്സ്പ്രസീവാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു ഭയങ്കര എക്സ്പ്രസീവാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ണ് വെച്ച് ആ ഒരു ഭയം നിറഞ്ഞ ഒരു ക്യാരക്ടർ, അപ്പോൾ എന്താ നേരെ ഒരു വല്ലാത്തൊരു ട്രാൻസിഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു സാർ? അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ അതാണ്, ഡിസംബർ 2ാമത്തെ സിനിമയാണ്. അപ്പോൾ ഇത് പിന്നെ അപരിചിതനിലേക്ക് വിളിക്കുന്ന തന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് അമ്പാട്ട് ആണ് എന്നെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടുകാരനാണ്. അത് മാത്രമല്ല, ഞാൻ ആ സമയത്ത് നന്നായിട്ട് നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചെഗ്വേര എന്ന് പറഞ്ഞിട്ടൊരു നാടകമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെഗ്വേരയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിയൊക്കെ നീട്ടി വളർത്തി മീശിൻ്റെ ആടിയൊക്കെ അതിനനുസരിച്ച് ഒപ്പിച്ച്, ഇതുപോലെ ഒന്നല്ല കേട്ടോ, അന്ന് നല്ലോണം മുടിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി 10-20-25 വർഷം മുമ്പാണ്. നല്ല മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാടകം രതീഷ് കണ്ടിട്ടുണ്ട്. ആ ഓർമ്മയിലാണ് ഈ ക്യാരക്ടർ വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ച് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും അഭിനയിക്കുക എന്നുള്ളതാണ്. അഭിനയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിച്ചു. ആരാണ് ഇതിൽ അഭിനയിക്കുന്നത്, ആരാണ് ക്യാമറ, ആരാണ് ഡയറക്ടർ, ഒന്നും എനിക്കറിയില്ല. രതീഷ് വിളിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നെല്ലിയാമ്പതിയാണ് ഷൂട്ട്, പാലക്കാട് വരണം, പാലക്കാടേക്ക് കൂട്ടാൻ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി ഇങ്ങനെ മല കയറിയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ അതിമനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് നെല്ലിയാമ്പതി. അറിയാം, നെല്ലിയാമ്പതി മാത്രമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത ലൊക്കേഷൻ അതിഗംഭീരമാണ്. അവിടെ എത്തി നോക്കിയപ്പോൾ
നല്ല പരിചയമുള്ള ഒരാൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്, ഓ ശരി. മാനത്തോളം ഉയർന്ന്. ഇത് മേഘങ്ങളാണോ, ഇത്രയും ഭംഗിയുള്ള മേഘങ്ങളാണോ, അല്ല നിലത്ത് ഉദിച്ച് നിൽക്കുന്ന മനുഷ്യനാണോ എന്ന് മനസ്സിലാവാത്തരത്തിലുള്ള ഒരു നല്ല പരിചയമുള്ള ഒരാൾ, മമ്മൂട്ടി. അയ്യോ, ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അന്ന് കാണുന്നത്. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കണ്ട് ഒരുപാട് ആരാധിച്ച് ഒരുപാട് വേഷങ്ങൾ കണ്ടിട്ട് അതുപോലൊരു നടനാണ് അല്ല. എല്ലാ ചെറുപ്പത്തിലും ആദ്യകാലത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്നത് ജയനെ പോലെ ആവണമെന്നാണ് ആഗ്രഹിക്കുക. പിന്നെ കുറച്ച് യുവാവായതിനു ശേഷം മമ്മൂട്ടിയെ പോലെ ആവണമെന്ന് നമ്മളിങ്ങനെ ആക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ അടുത്ത് ഇങ്ങനെ വിളിച്ചു. പൊന്നം ചെയ്യുന്ന ഇയാളല്ലേ എന്ന് ചോദിച്ചു. അത് അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ആരാണ് ക്യാരക്ടർ ചെയ്യുന്നത്, ഇയാൾ ആരാണ്, എവിടെ നിന്നാണ്, എല്ലാം കംപ്ലീറ്റ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കൂടെ അഭിനയിക്കുന്നത്. കാരണം ആ ഒരു കോൺഫിഡൻസ്, കാരണം വെച്ചാൽ അദ്ദേഹം നാടകത്തെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് നാടകത്തെ സ്നേഹിക്കും. വിശ്വലോക നാടകത്തിലെ എല്ലാ ചലനങ്ങളും എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും അപ്ഡേറ്റഡ് ആണ്. പ്രത്യേകിച്ച് നാടകവേദിയെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. അതുകൊണ്ടാവാൻ ചിലപ്പോൾ 500ാമത് വേദിയിൽ വളരെ സന്തോഷമാണ് അദ്ദേഹം വന്നു. അദ്ദേഹം കാണുകയും അപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ സെറ്റിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം കരുതൽ കിട്ടുന്ന അദ്ദേഹത്തെ പോലെ ഒരു മഹാനടൻ്റെ കരുതൽ കിട്ടുന്ന ഒരു തുടക്കക്കാരെന്നുള്ളൊരു ആനുകൂല്യം എനിക്ക് ആ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഞാൻ ആരെ ക്യാമറക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ആ സിനിമയുടെ ക്യാമറമാൻ ആരാണെന്നറിയോ? സന്തോഷ് ശിവൻ സാറാണ്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭൻ, ലോക സിനിമാ വേദിയിലെ എണ്ണപ്പെട്ട ക്യാമറമാനിൽ ഒരാൾ, ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഫ്രെയിമിനകത്താണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഗുണങ്ങൾ, കുറേ ഭാഗ്യങ്ങൾ എനിക്ക് ആ സിനിമ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായി. പക്ഷെ ഇപ്പോഴാണ് ആ സിനിമ ഇറങ്ങുന്നുണ്ടെന്നുണ്ടല്ലോ, ഇപ്പോഴും ഫ്രഷായിട്ട് നമുക്ക് കാണാം, വളരെ ഫ്രഷായിട്ട്. ഇപ്പോഴും ടി വിയിലും മറ്റേ യൂട്യൂബിലും മറ്റേതിലൊക്കെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ കൗതുകത്തോടു കൂടി കാണുന്ന പുതിയ തലമുറയിലെ ആളുകളെ എനിക്കിപ്പോഴും പേടിയാണ് സാർ, സത്യം പറയാമല്ലോ. എനിക്കിപ്പോഴും പേടിയാണ് സിനിമ കണ്ടു കഴിഞ്ഞാൽ. കണ്ടിരിക്കാൻ വളരെയധികം നമുക്കിപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞു, എന്നാലും ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ ഇന്നും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭയം നിറയ്ക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അത് ആ സിനിമയുടെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സന്തോഷ് ശിവന്റെ അതെ ചേട്ടൻ അനിയനാണെന്ന് തോന്നുന്നു, അനിയനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമ, ക്രിസ്റ്റഫർ വന്നിട്ടുണ്ട്, അതുപോലെ പ്രജാപതി, അതെ, പിന്നെ അപരിചിതൻ. അതിനേക്കാളേറെ അതാണ് ഈ സിനിമയിലൊക്കെ വന്നതിനേക്കാളേറെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒറ്റയാൾ നാടകത്തിന്റെ 500ാമത് വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നു എന്നുള്ളതാണ്. അദ്ദേഹം വന്നു വെച്ചാൽ ഒരുപാട് പരിപാടിക്ക് പോകും. പക്ഷെ അന്ന് ഈ മമ്മൂട്ടി മോഹൻലാൽ ഒന്ന് പബ്ലിക്കായിട്ട് അധികം ഇറങ്ങാറില്ല. ഗവൺമെന്റ് ചില പരിപാടികൾ അല്ലെങ്കിൽ വലിയ ക്യാഷ് കിട്ടുന്ന ജ്വല്ലറി ഉദ്ഘാടനത്തിനും അങ്ങനെയൊക്കെ പോകാറുള്ളൂ. അന്ന് ഈ പൊതുവേദിയിൽ ഇന്നത്തെ പോലെ ഇന്നെല്ലാം സജീവമാണ് അവരൊക്കെ, അന്ന് സജീവമല്ല. എന്നിട്ട് പോലും ഞാൻ ഈ കാര്യം പോയി പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ച്, ഞാൻ പ്രത്യേകം പറയുകയും ചെയ്യുന്നു, പിന്നെ സാറ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ പരിപാടി നിന്ന് പോകും. അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കറക്റ്റ് തുടങ്ങുന്നതിന് ഇത്ര മണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പുറപ്പെടുകയും അവിടെ വന്നിട്ട് സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അങ്ങ് പോവേ. അതല്ല ചെയ്ത്, മറിച്ച് എൻ്റെ പ്രോഗ്രാം 45 മിനിറ്റ് 1 മണിക്കൂർ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ടിട്ട് ആ നാടകത്തെക്കുറിച്ചിട്ട് ഒരു 10 മിനിറ്റ് പബ്ലിക്കായിട്ട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അത് അന്ന് അവിടെ ഒരു പ്രസ്ഥാനം, എനിക്കൊന്ന് നാടകം കളിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഒരു ചെറിയൊരു നാടകം കണ്ടിട്ടേ, നമ്മുടെ ജയപ്രകാശ് കുളൂർ മാഷാണ് അത് രചിച്ചത്. കുളൂർ മാഷ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെയും കുളൂർ മാഷിൻ്റെ ഒരു നാടകം കണ്ടിട്ട് എനിക്കും നാടകം കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാർത്ഥകമായി, ആ ചടങ്ങ് സാർത്ഥകമായി. മനസ്സിലായി. അതൊരു വലിയ ഭാഗ്യമാണ് സർ. ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു സർ. അതിൽ അതെ, അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു മമ്മൂക്ക ഈ എന്താ പറയുക, ഒരു ഇത്രയും നല്ലൊരു പ്രണയം, ആ ഒരു പ്രണയം വളരെ ഭംഗിയായിട്ട് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു നാടകം. അതും നമ്മൾ പറയുന്നില്ല, ഇത്രയധികം വേദികൾ, ഇപ്പോൾ 2000 വേദികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്ന് ഇവിടെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞു. കൂനൻ എന്നാണ് നാടകത്തിന്റെ പേര്. വേണമെങ്കിൽ ഈ നാടകത്തിന് കൂനന്റെ പെണ്ണ് എന്ന് വേണമെങ്കിലും പേരിടാമെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ലൊരു സജഷനായിരുന്നു. അത് ഞാൻ ചില വേദികളിലൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നാടകത്തെക്കുറിച്ച് ഞാൻ ചില ടാസ്കൊക്കെ ആളുകൾക്ക്, നിങ്ങൾ ഈ നാടകം കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ നാടകത്തിന് എന്തെങ്കിലും പേരൊക്കെ കണ്ടുപിടിക്കും, പുതിയൊരു പേര്. എനിക്ക് ഒരു കൗതുകമല്ല, ഇഷ്ടമല്ല ഓരോ വേദി ഇങ്ങനെ എന്നും ഫ്രഷായി പുതുതായിട്ട് പോവാന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചുള്ള വളരെ കാര്യമാണ്. ഇത്രയും വേദികൾ കഴിഞ്ഞല്ലോ. കാരണം അന്ന് അപ്പോൾ അതിന് തുടക്കിട്ടത് അദ്ദേഹമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ അന്ന് ഈ 500ാമത് വേദി കിട്ടിയ
മമ്മൂട്ടി, മഹാനടൻ മമ്മൂട്ടി പങ്കെടുത്ത ആ ചടങ്ങിൻ്റെ മൈലേജാണ് പിന്നീട് എന്നെ ഈ 2000-ലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചത്. 500 വരെ ഞാൻ ശരിക്കും പാടുപെട്ട്. കാരണം ചില നാടകത്തിൻ്റെ ഒരു അവസ്ഥ അറിയില്ല. എന്നും കലയുടെ അടിസ്ഥാനത്തിൽ കലയെ മലയാളികൾ പൊതുവേ കാണുന്നത് നാടകം ഒരു 3 തരത്തിലാണ്. ഫസ്റ്റ് സിനിമ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷോർട്ട് ഫിലിം, ആൽബം അല്ലെങ്കിൽ സീരിയൽ, അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് നാടകത്തിന് മലയാളികൾക്ക് ഒരു വിലയുള്ളൂ. സോ സാർ, നമുക്കൊരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ സെഗ്മെന്റിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനാണ്. സാർ, എന്തായിരുന്നു ഇത്രയും വലിയ ലോങ് ഗ്യാപ്സ് വരാൻ കാര്യം? അതായത് 2005 അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ പറയും എന്താണ് ഇങ്ങനെ ഗ്യാപ്പ് എന്ന്. ഗ്യാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട്. കാരണം നാടകരംഗത്ത് സജീവമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഡിസംബർ കഴിഞ്ഞ് പിന്നെ ഭാഗ്യദേവതൊക്കെ അടക്കം സാർ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്റെ നാട്ടിലാണ് അതിന്റെ ഷൂട്ട് നടന്നത്. അതെ, ആലപ്പുഴയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഷൂട്ട് കാണാൻ പോയി എന്നൊക്കെയുള്ള. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാഗ്യദേവതയുടെ ഷൂട്ട് നടക്കുകയാണ്, കാണാൻ പോയിരിക്കുകയാണ്. അതിലും ഗംഭീര ക്രൂ ആയിരുന്നു. അതെ അതെ അതെ, ജയറാമേട്ടന്റെ കൂടെ, അതെ എല്ലാവരുടെയും കൂടെ. എന്തോ അതെ അതെ അതെ, കനിഹ മാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലളിത ആന്റി, എല്ലാവരും നെടുമുടി, മമ്മൂക്കോയ, ഇന്നസെന്റ്, ഒന്നും പറയണ്ട. ആ ഒരു ക്രൂ തന്നെ ആ സിനിമ കാണുമ്പോൾ എത്ര ലൈവ്ലി ആണോ അത്രയും തന്നെ ഭംഗിയായിരുന്നു ആ ക്രൂ എന്ന് തോന്നുന്നല്ലേ സാർ? എങ്ങനെയായിരുന്നു സാർ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റും? അല്ല, ഞാൻ നമ്മളെ ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അതിലേക്ക് വരാം. പിന്നെ അപ്പോൾ അതിനുശേഷമൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും എന്ത് പെർഫോമൻസ് ആണെങ്കിലും ലൈവായിട്ടുള്ള ഓഡിയൻസ് കാണുന്നൊരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഞാൻ സജീവമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാഗ്യദേവത ഞാൻ അഭിനയിച്ചു. ഭാഗ്യദേവത ഞാൻ അഭിനയിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ അവിടുന്ന് സ്ഥലം വിടുകയാണ്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് എവിടെയും പോയിട്ടൊക്കെ നാടകം കളിക്കുന്നത്. ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസാവുക. അപ്പോഴാണ് ആളുകളുടെ റിയാക്ഷൻസ് നമ്മളിലേക്ക് എത്തുക. പക്ഷേ നാടകം പറഞ്ഞാൽ നേരെ തിരിച്ച് അപ്പം കളിക്കുന്ന അപ്പം കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ നാടകവേദിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെർഫോമൻസിന് പോവാണ്. പിന്നെ ഞാൻ വെളിയിലൊക്കെ ഒരുപാട് പോയിട്ട് ഇവൻറ്റുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ സോളോ പെർഫോമൻസ് തന്നെ എനിക്ക് ഓരോ തരത്തിലുള്ള അനുഭവമാണ്. സാർ, ഞാൻ തിരിച്ചിനി നേരെ ഡിസംബറിലേക്ക് വരാം. ഡിസംബറിൽ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേരുടെ ഒരു തുടക്ക സിനിമ കൂടിയായിരുന്നു എന്ന് തോന്നുന്നു. അതെ. അപ്പോൾ സാർ, ഇപ്പോൾ ഇപ്പോഴും അവരുമായിട്ടൊക്കെ കോൺടാക്ട്, ശ്രീധർ സാറാണെയും ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള ശ്രീധർ സാർ, അതുപോലെ തന്നെ ഷംന കാസിം, ഇവരൊക്കെ ഇപ്പോഴും നമ്മളുമായിട്ട് കോൺടാക്ട് നമ്മൾ പല വേദികളിലൊക്കെ വെച്ചിട്ട് കാണുമല്ലോ. കാണുമ്പോൾ സ്നേഹവും വിഷയാറുണ്ട്. നിരന്തരം ചിലപ്പം അതിൻ്റെ ഡയറക്ടർ അശോകനെ വല്ലപ്പോഴും വിളിക്കും, കാണും. അതിൻ്റെ അസിസ്റ്റന്റ് മറ്റേ സന്തോഷ് മണ്ടൂർ, ഇപ്പോൾ അദ്ദേഹം ഡയറക്ടറായിട്ട് മാറി. പിന്നെ മധു കൈതപ്രായിരുന്നു അസോസിയേറ്റ് ചെയ്ത്. മധുവേട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല, എന്നാലും ഫാമിലിയൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഷംനെ വല്ലപ്പോഴും ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആരാണ്, ശ്രീധർ മാഷുണ്ട്, വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള സാറിനെ കാണാറുണ്ട്, ടെക്നീഷ്യന്മാറിനെ കാണാറുണ്ട്, ബാക്കി ആർട്ട് ചെയ്ത ആളുകൾ എല്ലാവരും പല രീതിയിലും പല ഇതിലും വെച്ചിട്ട്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരൊക്കെ പല ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് കാണാറുണ്ട്. പിന്നെ അതിനേക്കാളേറെ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, അന്ന് ഈ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഡാൻസേഴ്സ് ഉണ്ടാവുമല്ലോ. ഒരു നായകനാകുമ്പോൾ നായകൻ്റെ കൂട്ടം ഒരുപാട് ആളുകൾ ബാക്കിൽ കളിക്കാനുണ്ട്, ഒരു നായികയാകുമ്പോൾ നായികനോട് പുറകിൽ കളിക്കണം. സത്യം പറഞ്ഞാൽ അവരൊന്നും ആരും അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു പോയേക്കാം. പക്ഷേ ഇവരൊക്കെ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ മഞ്ജുളൻ ചേട്ടാ, അല്ല മഞ്ജുളൻ സാറേ, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞാൽ നല്ല പരിചയമുണ്ട്, നല്ല. കാരണം വെച്ചാൽ അന്ന് ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്നെ പോലെ തന്നെ ഇവരൊക്കെ ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അവരെക്കാളും മോശമായ ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെക്കാളും ഗംഭീരമാളെ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ആരാധനപൂർവ്വമാണ് ഈ ഡാൻസേഴ്സിനെ നോക്കി കാണുന്നത്. അപ്പോൾ അവരൊക്കെ കുറേ വർഷത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് പറയും, ഓർമ്മയുണ്ടോ അന്ന് നിങ്ങളെ നിങ്ങൾ പിറകിൽ നിന്ന് ഡാൻസ് കളിച്ച ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. സാർ, നമുക്ക് നേരെ അപ്പം സെഗ്മെന്റിലേക്ക് കടക്കാം. ചെറിയൊരു സെഗ്മെന്റ് ആണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ സാർ, ഞാൻ 2 ഓപ്ഷൻസ് തരും. സാർ അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യണം, ഒറ്റ വാക്കിൽ ഒരെണ്ണം ചൂസ് ചെയ്യണം. ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. സാറിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തീരെ സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പറയാനായിട്ട്. വളരെ എളുപ്പം സാറിന് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. സാർ, ഇപ്പം നമുക്ക് സിനിമ കഴിഞ്ഞ് വരികയാണെങ്കിൽ സീരിയലിൽ
സാറിന്റെ കൂടെ എവിടെ എന്ന് പറയുന്ന സീരിയലാണ് സാർ. അതെ. അപ്പൊ അതിനുശേഷം ഇപ്പം നാടകം എടുത്ത് നോക്കുകയാണെങ്കിൽ നാടകത്തിൽ വളരെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. സീരിയല് 3 സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നാടകത്തിന്. സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ അവാർഡ്, അല്ല ഇന്റർനാഷണൽ ഒരു പഞ്ചായത്ത് അവാർഡ് വരെ കിട്ടിയിട്ടില്ല സിനിമയ്ക്ക്. ആദ്യം തന്നെ ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അതെ. അപ്പോൾ സാർ ഇപ്പോൾ ഈ രണ്ടും നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്, സീരിയൽ ഓ ഡ്രാമ. സാറിന് ഏതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്? രണ്ടിലും വളരെ മികച്ച രീതിയിൽ തന്നെ എന്തോ ഡ്രാമയാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സാർ 2 പാട്ടാണ്, ഒന്ന് സ്നേഹത്തുമ്പി, ഒന്ന് ദമദമ. ഏതായിരിക്കും സാർ ചൂസ് ചെയ്യുന്നത്? സ്നേഹത്തുമ്പി. അടുത്തത് 2 സിനിമയാണ്, ഡിസംബർ, ഒന്ന് അപരിചിതൻ. ഏതായിരിക്കും? അതിൽ പെടുത്തിയേട്ടാ എളുപ്പമെന്ന് പറഞ്ഞിട്ട് രണ്ടും 2 തരത്തിലാണ്. 2 തരത്തിലുള്ള എൻ്റെ ആദ്യ അനുഭവം എന്നെ നായകനാക്കി പാട്ട് ഹിറ്റാക്കിയിട്ടുള്ള സിനിമ ഞാൻ രണ്ടും ഒരുപോലെ ചൂസ് ചെയ്യും. അത് പറ്റില്ലേ? പിന്നെന്താ സാർ, തീർച്ചയായും. അടുത്തത് കൂടെ എവിടെയും സാറിന് നെഗറ്റീവ് റോളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ജഗന്നാഥനാണോ അതോ പൊന്നനാണോ? ഏതായിരിക്കും സാറ്? നെഗറ്റീവ് റോളാണ് രണ്ടും. അപ്പോൾ സാറ് കൂടുതലും എനിക്ക് ഈ ക്യാരക്ടറാണ് ജഗന്നാഥൻ. ഓക്കെ. അടുത്തത് സാറിന് ഒരേ സമയത്ത് 2 ഫിലിംസിന്റെ ഓഫേഴ്സ് വരാണ്. ഒന്ന് മമ്മൂക്കയുടെ കൂടെ, ഒന്ന് ലാലേട്ടൻ്റെ കൂടെ. ഓൾറെഡി കുറച്ച് സിനിമകൾ മമ്മൂക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എക്സ്പീരിയൻസ് അറിയാം. ആ ഒരു വർഷം ഇരിക്കെ തന്നെ നല്ല 2 ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ള 2 കഥാപാത്രങ്ങൾ ഒരേ സമയത്ത് കിട്ടുകയാണെങ്കിൽ ഏതായിരിക്കും സാർ ചൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അത് പെടുത്തുന്ന ചോദ്യമാണ് കേട്ടോ. ഞാനിപ്പം പിന്നെ മമ്മൂക്കൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറ പ്രശ്നമാവും, ലാലൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പറ പ്രശ്നമാവും. അത് ഞാൻ ചിലപ്പോൾ ഇവരായിരിക്കില്ല എൻ്റെ ഒരു പ്രിഫറൻസ്. ഈ മമ്മൂട്ടി അല്ല മോഹൻലാൽ എന്നുള്ളതായിരിക്കില്ല. ആ സിനിമൻ്റെ ക്രൂ ആരാണ് ഡയറക്ടർ, പിന്നെ സ്ക്രിപ്റ്റ് ഒന്നും ചോദിക്കണമെന്നില്ല, നമ്മൾ അങ്ങനെ കഥ കേട്ടിട്ട് മാത്രം അഭിനയിക്കുക അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. പക്ഷേ ക്രൂ ആരാ ഡയറക്ടർ, ഏത് തരത്തിലുള്ള സിനിമയാണ്, അതിൻ്റെ ഭാവി സാധ്യതകൾ, പിന്നെ അവരുടെ പ്രീവിയസ് സിനിമകൾ, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. സാർ ഏതെങ്കിലും ഒരു സിനിമ ഇപ്പോൾ ഒരു ഓഫർ സാറിന് വന്നിട്ട് ഞാനത് നോ പറഞ്ഞു, പിന്നീട് ആ കഥാപാത്രം മറ്റൊരാളെ ചെയ്തത് വളരെ അല്ലെങ്കിൽ വളരെ ഹിറ്റായിട്ട് ആ സിനിമ മാറി, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സിനിമയുണ്ടോ സാർ? ഒഴിവാക്കി വിട്ട ഏതെങ്കിലും സിനിമകളുണ്ടോ അങ്ങനെ? ഇല്ല. ഇനി സാർ ഏതെങ്കിലും ഒരു കഥാപാത്രം കണ്ടിട്ട് ഇതുപോലൊരു കഥാപാത്രം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ഭംഗിയാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് കാണാതെ നമുക്കുള്ളതല്ലല്ലോ, നമുക്കുള്ളതല്ലാത്തതുകൊണ്ട് തന്നെ അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് അങ്ങനെ ആക്കാമായിരുന്നു ഇങ്ങനെ ആക്കാമായിരുന്നു ഞാൻ തോന്നുന്നു. അങ്ങനെയല്ല സാർ, ഇപ്പോൾ ഒരു കഥാപാത്രം കണ്ടിട്ട് എത്ര അസലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇതുപോലൊരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത് എനിക്കും കിട്ടാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ലെജൻഡറി ആരാണെങ്കിലും കുഴപ്പമില്ല, സാറിന് ഏതെങ്കിലും ഒരു കഥാപാത്രം കൊണ്ടോ എന്ത് രസമായിട്ട് കഥാപാത്രം പല സിനിമകളും പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കാരണം പല സിനിമകളെ കാണുമ്പോൾ അസലായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചിലപ്പോൾ എനിക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രമിക്കും അത് ചെയ്യാൻ വേണ്ടി. സാർ ഈ അടുത്തിടെ കണ്ട സിനിമകളിൽ ഏതെങ്കിലും സാറിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സിനിമയാണ്, ഇത് ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് 2-3 ദിവസമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു രീതിയിൽ സാർ കണ്ടിട്ടുള്ള ഏതെങ്കിലും അടുത്തിടെ കണ്ട ഒരു സിനിമ, അതിലൊരു കഥാപാത്രം? ചില സിനിമകൾ നമ്മൾ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഞാൻ കുറേ ഹോണ്ട് ചെയ്ത് ഡയമണ്ട് നെക്ലേസിലെ ഫഹദ് ചെയ്തിട്ടുള്ള കഥാപാത്രം അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. മനസ്സിലായി സാർ, ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു കുറേ കാലത്തിന് ശേഷം. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു കാരണം എനിക്ക് ദുബായൊക്കെ നല്ല പരിചയമുള്ളതാണ്. ഞാൻ നാടൻ കളിക്കാനോ അല്ല മറ്റ് ഇവൻറ്റിനൊക്കെ പോകുന്നത് ദുബായ് പരിചയമുണ്ട്, ഫാദർ ഇടപെട്ട മേഖലയും പിന്നെ ആ കലാമണ്ഡലത്തിൽ കുട്ടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ മനുഷ്യൻ്റെ അനിവാര്യമായ ഒരു ദുരന്തം ആ കുട്ടിക്ക് മറ്റേ സമ്പ്രദായ ആ ക്യാരക്ടർ ആർത്ഥത്തിൽ അത് വളരെയധികം ഹോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സീതാരാമം ഭയങ്കര ഹോണ്ട് ആയിരുന്നു ക്യാരക്ടർ. ഈ ഹോണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലല്ല, കാരണം അത് അവരെ പക്കയാണ്, അവരെ 100%. പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം. സാറിന്റെ ഏറ്റവും ഇപ്പോഴത്തെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാറിന് ഇപ്പം ഏറ്റവും എനിക്ക് ഈ ഒരു വ്യക്തിയുടെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തി ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എത്ര രസമായിട്ടാണ് എത്ര അസലായിട്ടാണ് വെളിയിലേക്ക് വരുന്നത് എന്ന് തോന്നിയിട്ടുള്ളത് ആരെ പറ്റിയാണ് സാർ? അത് ഒന്ന് ഫഹദ് തന്നെയാണ്. ഫഹദ് ഖാനാണ്. ഓക്കെ, പ്രധാനമായിട്ട് ഫഹദാണ്. മലയാളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും പുതുതായിട്ട് വരുന്നതും പഴയതായിട്ട് ചെയ്യുന്നതും ഒക്കെ ഗംഭീരമായിട്ട് ഇഷ്ടമാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ എനിക്ക് പണ്ടത്തെ ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക്. ഞാനിപ്പോൾ കള്ളം പോയത്തിനൊക്കെ 5-6 തവണ കണ്ടു.
കള്ളം ഭക്തനിലൊക്കെ നെടുമുടിൻ്റെ ആ ക്യാരക്ടർ, ഭരത് ഗോപിൻ്റെ എല്ലാവരും പറയുന്ന പോലെ ഭരതൻ പത്മരാജൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഭരത് ഗോപി തിലകൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആ അർത്ഥത്തിലല്ലാതെ തന്നെ പറയുന്നതാണ്. കാരണം അതിൽ അടൂർബാസിനെ കുറിച്ചൊന്നും ആരും ഒന്നും പറയാറില്ല. അതിഗംഭീരമായിട്ട് കള്ളം ഭയത്തിൽ അടൂർബാസ് ക്യാരക്ടറൈസേഷൻ വന്നിട്ടില്ല. അതിൽ അഭിനയിച്ച ഓരോ നടികളും അന്നത്തെ സിനിമകളിലൊക്കെ അന്നത്തെ എല്ലാ സിനിമയെന്ന് ഞാൻ പറയുന്നില്ല, ആ ജനസിലുള്ള പഴയ ആർട്ടിസ്റ്റുകളെ ശങ്കരാടി എന്നും ഒരു കൗതുകമാണ്. ഒരിക്കലും നമ്മളിപ്പം ചിലർ പറഞ്ഞത് കടലിനെ കണ്ടാലും മോഹൻലാലിനെ കണ്ടാലും അങ്ങനെയൊക്കെ ചൊല്ലുണ്ടല്ലോ, അതുപോലെ എനിക്ക് ശങ്കരാടിനെ ഭയങ്കര ഇഷ്ടമാണ്, എത്ര കണ്ടാലും മതിയാവില്ല. സാർ അപ്പം നമുക്ക് ഈ നടന്മാരുടെ കേസ് എടുക്കുമ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പുതുമുഖ നായികമാരും വരുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ ചെറിയ പ്രായമാണെങ്കിൽ പോലും അവർ എത്ര രസമായിട്ടാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തത്. ഇപ്പൊ രേഖാചിത്രമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഓരോ കഥാപാത്രങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിൽ നിന്ന് അത്രയും ശക്തി എടുത്ത് ആ ഒരു ക്യാരക്ടറിനെ രസാക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ അടുത്തിടെ ഇറങ്ങിയ ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു നായികാവേശം സാറിന് ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ? ഐശ്വര്യലക്ഷ്മി, മായാനദി ആ ക്യാരക്ടർ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അത് ഐശ്വര്യലക്ഷ്മി തന്നെ വീണ്ടും കാണാൻ എന്നുള്ള സിനിമയിൽ ആ ക്യാരക്ടർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നടി എന്നുള്ള രീതിയിൽ. കൊത്തില് നിഖില വിമലിന്റെ പെർഫോമൻസ്, കൊത്തില് നായകൻ ആസിഫ് അലി ആയിരിക്കുമ്പോൾ തന്നെ നിഖില വിമലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ സിനിമയിൽ. അത് ഗംഭീരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ നടന്മാർ പ്രത്യേകിച്ച് നടിമാർക്ക് ആദ്യം ഒന്നും സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ചെയ്യുമെങ്കിലും അവർ ഡയറക്ടർ പറയുന്നത് പോലെ നടൻ പറയുന്നതാണ്. പക്ഷെ ഇന്നത്തെ നടിമാർ അങ്ങനെയല്ല, മറിച്ച് അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി അവരെ ക്യാരക്ടർ മാക്സിമം ചെയ്യാവുന്ന തരത്തിലാണ് ചെയ്യുന്നത്. കാരണം പാർവതിയൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അല്ല. നമ്മൾ ഉയര സിനിമ കാണുകയാണെങ്കിൽ മൊയ്തീൻ കാണുകയാണെങ്കിലും മറ്റെന്താണ് രാച്ചിമ്മയിലൊക്കെ പാർവതിയുടെ ആ ക്യാരക്ടറൈസേഷനും അപ്പോൾ ഒരു നടൻ അല്ല ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൂ ഇതിന് അപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന് ഒരു നടിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഉദാഹരണമാണ് രാച്ചിമ്മയൊക്കെ. സാർ അപ്പോൾ ഒരുപാട് സന്തോഷം സാറിൻ്റെ കൂടെ എനിക്ക് ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സാറിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനും ഒക്കെ പറ്റി. ഒരുപാടധികം സന്തോഷം. സാറിനും നല്ലൊരു സമയം എൻ്റെ ഒപ്പം ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും സാറിനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാടധികം വേദികൾ, കൂനൻ പോലുള്ള സോളോ ഡ്രാമയൊക്കെ നമ്മൾ പറയുമ്പോൾ 2000 വേദികളൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഇനിയും ഒരുപാടധികം വേദികൾ ഉണ്ടാവട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം സാർ. താങ്ക് യു സോ മച്ച്.